ഈ ചൂടിന് കുടിക്കാൻ നല്ലൊരു നാരങ്ങ വെള്ളം തയ്യാറാക്കിയാലോ. നല്ല പിങ്ക് കളറിലുള്ള ഈ ഒരു നാരങ്ങ വെള്ളം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്ത ചെറിയൊരു ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ഏലക്ക, അതുപോലെ തന്നെ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയും ചേർക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇട്ട് വെച്ച ഒരു മുന്തിരി ഉണ്ടല്ലോ, അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യാം. ഇതിൻ്റെ കളറൊക്കെ ഇതായൊന്ന് മാറി നല്ലൊരു കളറായി വരുന്നവരെ നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടഞ്ഞ പരുവത്തിലാകും. ഇനി നമ്മൾ നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അതുപോലെ ഈ ഒരു സമയത്ത് അരിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ നമുക്കിതങ്ങ് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് എപ്പോൾ ഇത് കുടിക്കാൻ തോന്നുന്നോ ആ ഒരു സമയത്ത് നാരങ്ങ വെള്ളം തയ്യാറാക്കിയാൽ മതി. ഇത് ഏകദേശം ഒരാഴ്ചയോളമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതെങ്ങനെ നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ നോക്കിയാലോ. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ മുന്തിരി ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിന് തണുത്ത വെള്ളവും ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല തണുപ്പോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.